നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. വാഹനം ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പേടി വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ട്രിക്കുകൾ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഡ്രൈവ് ചെയ്യാൻ. നമ്മളിപ്പോൾ പതിയെ പോയി ഒരു സിഗ്നലിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സമയത്ത് നമുക്ക് പതിയെ മുമ്പോട്ടേക്ക് പോകാം. ഈ പതിയെ മുമ്പോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സിഗ്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിൽ വളരെ കുറച്ച് സമയം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കത് കൃത്യമായിട്ട് കൗണ്ട് ഡൗൺ അവിടെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. ഏകദേശം 10 ആവുന്ന സമയമാകുമ്പോൾ നിങ്ങൾ റെഡി ആവുക പോകാൻ വേണ്ടിയിട്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി സിഗ്നലിലേക്ക് എത്താനാവുമ്പോൾ സ്പീഡ് കൂട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, സിഗ്നൽ കൃത്യമായി നോക്കി പോവുക. സിഗ്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഗ്രീൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ സിഗ്നൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ദൂരെ നിന്നേ ഭയങ്കര സ്പീഡോടുകൂടെ വന്ന് പെട്ടെന്ന് സിഗ്നൽ അവിടെ എത്തുമ്പോഴേക്കും സെർച്ചിങ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല ആക്ച്വലി ചെയ്യേണ്ടത്. സിഗ്നൽ വരെ നിങ്ങൾ നോർമൽ സ്പീഡിൽ വരിക. സിഗ്നൽ എത്തുമ്പോൾ എന്താണ് നോക്കുക, അവിടെ ഗ്രീൻ ആണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടി പോവുക. ഇനി സെർച്ചിങ് ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാം. സെർച്ചിങ് കഴിഞ്ഞ് റെഡ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് പോകാൻ നിൽക്കരുത്, വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഈ വാഹനം പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഗിയർ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണമെന്ന് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എൻജിൻ്റെ സൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുക. ഒരിക്കലും ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ നോക്കിയിട്ട് സ്പീഡ് നോക്കിയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാതിരിക്കുക. ഇനി ഒരുപാട് വണ്ടികൾ നിങ്ങളിങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടാവും. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ വണ്ടിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മളുടെ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ മറ്റുള്ള വണ്ടികളെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ശ്രദ്ധ നമ്മൾക്ക് കിട്ടില്ല. അപ്പോഴാണ് പലപ്പോഴും അപകടമുണ്ടാകുന്നത്. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് തട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വാഹനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ബൈക്കിനെ ഞാൻ ഓവർടേക്ക് ചെയ്തു. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. വാഹനം കൃത്യമായിട്ട് കുറച്ച് റൈറ്റ് സൈഡ് ചേർത്തെടുക്കുക. ആ ഒരു സമയത്ത് വാഹനം തട്ടിപ്പോകരുത്. മുമ്പിലുള്ള വാഹനത്തെ തട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നേരെ പോകുന്ന സമയത്ത് മുമ്പിൽ വാഹനമുണ്ട്. ആ വാഹനവുമായിട്ട് ഒരു നിശ്ചിത അകലം നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുമ്പിലുള്ള വാഹനത്തിൻ്റെ ബാക്ക് ടയർ കാണുന്ന ഒരു ഡിസ്റ്റൻസിലായിരിക്കണം നിങ്ങളെപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മുമ്പിലുള്ള വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രേക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളും ബ്രേക്ക് ചെയ്യണം. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ആ ബ്രേക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, വീണ്ടും ഇതാ ഓഫായി. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. കൃത്യമായിട്ട് വണ്ടിയെ നോക്കി മനസ്സിലാക്കി ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് തൊട്ട് മുന്നിലുള്ള വണ്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. ആ വണ്ടി ഏതെങ്കിലും ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. റോഡിൻ്റെ സൈഡിലൂടെ ആളുകൾ നടന്നു വരുന്നുണ്ടാവാം, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, തട്ടാതിരിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യണം എന്നർത്ഥം. വാഹനം ഏത് സ്പീഡിൽ ഓടിക്കണമെന്ന് പലർക്കും സംശയമുണ്ട്. ഒരു ടൗണിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ മിനിമം സ്പീഡിൽ പോകുന്നതായിരിക്കും ഏറ്റവും സേഫ്. അല്ലാതെ അവിടെ നിങ്ങൾ തേർഡ് ഗിയറിൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ പതിയെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സെക്കൻഡ് ഗിയറിൽ പതിയെ പോകാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി ഒരു വാഹനത്തെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക, ഒരു ഹോൺ അടിക്കുക. തൊട്ട് മുന്നിലുള്ള വാഹനത്തിന് മനസ്സിലാവണം നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിലുള്ള വാഹനത്തിന് മനസ്സിലാവണം നിങ്ങൾ റൈറ്റിലേക്ക് എടുക്കാൻ പോവുകയാണെന്ന്. ഇനി മുന്നിലുള്ള വാഹനം നോക്കുക. അതേപോലെ തന്നെ മുന്നിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി ചെയ്യുക. വാഹനം ഓവർടേക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് മിററിലൂടെ നോക്കുക, ആ വാഹനവുമായിട്ടൊരു നിശ്ചിത ഡിസ്റ്റൻസിലായിട്ടുണ്ടോ നമ്മളെന്ന്. എന്നിട്ട് മാത്രമേ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ.
പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഏത് വാഹനത്തിനെയാണോ നിങ്ങൾ ഓവർടേക്ക് ചെയ്തത് അതിന് തട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നിങ്ങനെ റോഡിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ നിങ്ങൾ ശരിക്കും ഒന്ന് ഹോൺ അടിച്ച് നിർത്തിപ്പിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ടി വരും. അങ്ങനെ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നിലുള്ള വാഹനം നിങ്ങളെ ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം റോഡിലേക്ക് കയറ്റി നിർത്തിയിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. റോഡിൻ്റെ സൈഡ് ചേർത്തിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും നിർത്തേണ്ടത്. നിങ്ങളുടെ വണ്ടിയുടെ മുൻഭാഗം റോഡിലേക്ക് ഒരിക്കലും കയറരുത്. പല ആളുകളും തെറ്റായിട്ടാണ് ഇങ്ങനെ പോക്കറ്റ് റോഡിൽ നിന്നും വാഹനം എടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സ്ട്രെയിറ്റ് പോകുന്ന ആളുകളെ നിങ്ങൾ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ നിങ്ങൾ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി മുന്നിൽ ഏതെങ്കിലും വാഹനം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്ത് പോവുക. സഡനായിട്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്ത് നിർത്തരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സീബ്ര ലൈൻ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും സീബ്ര ലൈൻ കടക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ നിർത്തി കൊടുക്കുകയാണ് വേണ്ടത്. പലരും സ്പീഡ് കൂട്ടുന്നതാണ് കാണാറുള്ളത്. തെറ്റായ രീതിയാണ്. സീബ്ര ലൈൻ വെച്ചിരിക്കുന്നത് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വാഹനം പതിയെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ശരിയായ രീതി. പലർക്കും ഇതറിയില്ല. പലരും തെറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പിലൊരു സ്കൂട്ടി നിങ്ങൾക്ക് കാണാം. ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പതിയെ ഓവർടേക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് മിററിലൂടെ നോക്കി നമ്മൾ കുറച്ച് മുൻപിലേക്കായി എന്ന് മനസ്സിലാവുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്തെടുക്കുന്നു. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. വിൻഷീൽഡ് ഗ്ലാസ് ക്ലിയർ ഇല്ലെങ്കിൽ വൈപ്പർ കൃത്യസമയത്ത് ഉപയോഗിച്ചിരിക്കണം. ക്ലിയർ വിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. അപകടങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ ആളുകൾ മുമ്പിൽ നിന്നൊക്കെ വരുന്നതൊക്കെ ചിലപ്പോൾ കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ട് മുന്നിലുള്ള വാഹനം ഇതാ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു വാഹനവും പതിയെ സ്ലോ ആക്കി ഇതിൻ്റെ ബാക്കിൽ നിർത്തി. കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഇതേപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. മുന്നിലുള്ള വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ലെവലിൽ വരുന്ന ആ ഡിസ്റ്റൻസ് ആയിരിക്കണം മാക്സിമം നിങ്ങൾ അടുപ്പിക്കേണ്ടത്. അതിൽ കൂടുതൽ അടുപ്പിക്കരുത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ടയർ കാണുന്ന ഡിസ്റ്റൻസിൽ പതിയെ പോവുക. നോക്കിയേ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് പതിയെ പോകാവുന്നതാണ്. സീബ്ര ലൈൻ ഉണ്ട്. ആളുകളൊന്നും ക്രോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പതിയെ നമ്മളിതാ ക്രോസ് ചെയ്ത് പോയി. ചില ആളുകൾ ഇതേപോലെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവാം, റോഡിൽ തന്നെ. അവരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അവർ മുൻപോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റണം. അവിടെ ഒരു ഹോൺ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപകടമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആളുകൾ ഇതേപോലെ ക്രോസ് ചെയ്യുന്നുണ്ടാവാം. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ടൗണിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എപ്പോഴും നമ്മുടെ കാല് ബ്രേക്കിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ബ്രേക്ക് ചവിട്ടാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്ന് ഒരിക്കലും പറയരുത്. കഴിയണം. അത്രയ്ക്ക് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ടൗണിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് തിരക്കുള്ള ടൗണിലൂടെ. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.